നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഡിഷ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് പുട്ട്. എന്നാൽ ഞാനിവിടെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ട്രൈ കളർ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ട്രൈ കളർ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനും കാണുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പുട്ടുപൊടി തയ്യാറാക്കാം. അതിനായി 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി ഉണക്കി എടുത്തതാണിത്. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. അധികം നൈസായിട്ട് പൊടിക്കരുത്, തരിതരിയായിട്ട് വേണം പുട്ടിൻ്റെ പൊടി പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്ത അരിപ്പൊടി ഞാനൊരു പാത്രത്തിലിട്ട് ഒരു 10 മിനിറ്റോളം വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വറുത്ത പൊടി തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റ് പുഴുങ്ങിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത ക്യാരറ്റ് അത് 1 കപ്പോളം ഉണ്ടാകും ഏകദേശം. അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് അരച്ചതിലേക്ക് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഒട്ടും കട്ട കെട്ടാതെ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. പുട്ടുപൊടി നനയ്ക്കാനായിട്ട് കട്ട കെട്ടിയാൽ നന്നായിട്ട് പുട്ട് വരത്തില്ല. അതുകൊണ്ട് കട്ട കെട്ടാതെ തന്നെ നന്നായി പൊടിച്ച് ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാലക്കും ഇതേ രീതിയിൽ തന്നെ എടുക്കാം. ഞാനിവിടെ 1 പിടി പാലക്ക് വേവിച്ചിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അതിനകത്തേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നനച്ചെടുക്കുകയാണ്. ഈ അരിപ്പൊടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ കൂടി വരണം. ആ രീതിയിലാവുന്നത് വരെ നമ്മൾ നനച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാലക്ക് ചേർത്ത പുട്ടുപൊടി തയ്യാറായിട്ടുണ്ട്. ഇനിയും വൈറ്റ് കളർ പുട്ടുപൊടിക്കാണ്. അതിന് നമ്മുടെ സാധാരണ അരിപ്പൊടി പുട്ടുപൊടിയിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 നുള്ള് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ പുട്ടുപൊടി തയ്യാറായിട്ടുണ്ട്. പാലക്ക് ചേർത്ത ഗ്രീൻ കളർ പുട്ടുപൊടി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഓറഞ്ച് കളർ പുട്ടുപൊടി അതും തയ്യാറാണ്. അതുകൂടാതെ വൈറ്റ് കളർ പുട്ടുപൊടി അതും തയ്യാറാണ്. ഇനി അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ തിരമ്മി അതെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതും 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ടുകുടം എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പുട്ടുകുറ്റിയിൽ പുട്ടുപൊടി നിറയ്ക്കാം. അത് ലെയറായിട്ടാണ് വേണം നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 3/1 ഭാഗം ഗ്രീൻ കളറ്, 3/1 ഭാഗം വൈറ്റ് കളറ്, 3/1 ഭാഗം ഓറഞ്ച് കളർ, ആ രീതിയിലാണ് ഇതിനകത്ത് പുട്ടുപൊടി നിറയ്ക്കുന്നത്. ആദ്യം ഞാനിവിടെ 1 സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ഗ്രീൻ കളറിലെ പുട്ടുപൊടി നിറയ്ക്കുകയാണ്. അതിനുശേഷം വീണ്ടും തേങ്ങ ഇട്ടിട്ട് വൈറ്റ് കളറിൽ, വീണ്ടും തേങ്ങ ഇട്ടിട്ട് ഓറഞ്ച് കളറിൽ, ആ രീതിയിൽ നമ്മളിത് നിറച്ച് കൊടുക്കുകയാണ്. നിറച്ച് കൊടുത്തിട്ട് ഇത് അടപ്പിട്ട് അടച്ചെടുക്കാം. ഇനി ഇത് 6 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിൽ നിന്ന് വെളിയിലെടുക്കാം. ഈ പുട്ട് മേക്കറോടൊപ്പം തന്നെ ഒരു സ്റ്റിക്ക് കിട്ടും. ആ സ്റ്റിക്ക് ഇട്ടിട്ട് ആ പുട്ടുകുറ്റിയുടെ ബാക്ക് സൈഡിലൊരു ഹോളുണ്ട്. അതിലൂടെ ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിൽ ഞാൻ പുട്ട് വെളിയിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നല്ല രുചികരമായതും ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ട്രൈ കളർ പുട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.